ഇതിപ്പോൾ സിറ്റുവേഷൻഷിപ്പുകളുടെ കാലമാണ്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അനേകം ആളുകളോട് പ്രണയം തോന്നാം, സൗഹൃദം തോന്നാം, ലസ്റ്റൊക്കെ തോന്നാം. പക്ഷേ അയാളാണ് നിങ്ങളുടെ ഉലകമെന്ന് വിശ്വസിച്ചിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ അയാളുടെ ലൈഫ് സ്റ്റോറിയിലെ ഭാഗമാക്കാനോ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ ഭാഗമാക്കാനോ ഒക്കെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നിങ്ങളോട് ഉണ്ടെന്ന് പറയുന്ന സ്നേഹം അല്ലെങ്കിൽ എഫേർട്ട് ഇതൊക്കെ ഫേക്കാണ് എന്ന് തന്നെയാണ്. ഇതെൻ്റെ സുഹൃത്താണ് കേട്ടോ, അല്ലെങ്കിൽ ഇതെൻ്റെ പ്രണയമാണ്, ഇതെൻ്റെ കാമുകിയാണ് എന്നുള്ള പരസ്യ പ്രസ്താവനയിൽ നിങ്ങളുടെ പേര് അയാൾ പറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അന്തസ്സിൻ്റെ ഭാഗമല്ല നിങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എത്ര ഫേവറേറ്റ് ആയിട്ടാണെങ്കിലും ഒരാളുടെയും രഹസ്യമായിരിക്കാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരു നാലാളോട് പറയാൻ വിമുഖതയുള്ള രഹസ്യമായൊരിടത്ത് ഒരാൾ നിങ്ങളെ സൂക്ഷിക്കുന്നത് അത് സ്നേഹമായിട്ടോ അല്ലെങ്കിൽ പ്രണയമായിട്ടോ ഒന്നുമല്ല, ഒരു ഗതികേടായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരാളും ആയിക്കൊള്ളട്ടെ അതീവ സ്നേഹത്തോടെ വെച്ച് നീട്ടുന്ന ഇത്തരത്തിലുള്ള രഹസ്യ സൗഹൃദങ്ങളോ അതല്ലെങ്കിൽ രഹസ്യ സമാഗമങ്ങളോ രഹസ്യ പ്രണയങ്ങളോ രഹസ്യമായിട്ടുള്ള സന്തോഷങ്ങളോ ഒക്കെ നിരസിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരാളുടെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയുടെ പാർട്ടാക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും നിങ്ങൾ അഫോർഡ് ചെയ്യാറില്ല. അത് ചീറ്റിംഗ് തന്നെയാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞേക്കുക അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നാലാളുടെ മുന്നിൽ ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലോകം തന്നെ